എല്ലാ ദിവസവും ഈ രീതിയിൽ അപകടവുമായി ബന്ധപ്പെട്ട എത്ര വാർത്തകളാണ് നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് പോലും ഈ ആഴ്ചയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള അപകട വാർത്തകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്നതിൽ അതിദാരുണമായൊരു സംഭവം എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിലാണ് KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 മരണമുണ്ടായത്. കളർകോടാണ് KSRTC ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. രഘുനാഥ് നാരായണൻ തുടരുന്നുണ്ട്. രഘു, ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രഘു, ഈ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആരോഗ്യനിലയെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രണ്ടു പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. അവരെല്ലാവരും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ അപകട വാർത്ത അറിഞ്ഞ് എത്തിയവരാണ് ഈ മനുഷ്യർ മുഴുവൻ. SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. സ്ഥലം MLA എത്തിയിട്ടുണ്ട്. 5 പരിക്കേറ്റ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് മോർച്ചറിയിലേക്ക് മാറ്റി. മറ്റ് ചികിത്സയിലുള്ളവരാണ് ഇവിടെ കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ ഉള്ളത്. ഇവിടെ മൊത്തം 5 പേരാണ് നിലവിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ധാരാളം വിദ്യാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരടക്കം കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ കുറച്ച് അധികം ഈ അപകടത്തിന് പിന്നാലെ തന്നെ സംഭവ സ്ഥലത്ത് എത്തിയതിനു ശേഷം തന്നെ SP ഇവിടേക്കാണ് എത്തിയത്. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 5 പേരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരാണ് മരിച്ചത്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്. ശ്രീദീപ്, പാലക്കാട് നിന്നുള്ള ശ്രീദീപ്. മുഹമ്മദ് ഇബ്രാഹിം, അദ്ദേഹം ലക്ഷദ്വീപിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ദേവാനന്ദ്, മുഹമ്മദ് ജബ്ബാർ, ആയുഷാജി ആലപ്പുഴ ജില്ലക്കാരനാണ്. ചേർത്തല സ്വദേശിയാണെന്ന് പറയുന്നു. അത് അഡ്രസ്സോ മറ്റ് അതിൻ്റെ കുട്ടികളുടെ ഫോട്ടോകളോ ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു സ്വാഭാവികമായി തന്നെ മെഡിക്കൽ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരടക്കം ഇവിടുത്തെ മറ്റു വിദ്യാർത്ഥികളടക്കം ധാരാളം ആളുകൾ ഈ അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വൈകുന്നേരമാണ് കുട്ടികൾ അമ്പലപ്പുഴ ഭാഗത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വൈകുന്നേരമാണ് കുട്ടികൾ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ച ശേഷമാണ് നഗരത്തിലേക്ക് വന്നത്. അതായത് ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞ് നഗരത്തിലേക്ക് കയറുന്ന ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ആ ഭാഗത്ത് വാഹനത്തിന് അത്യാവശ്യം വേഗത എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലം കൂടിയാണ്. അവിടെ KSRTC ഡ്രൈവറുടെ മൊഴിപ്രകാരമാണെങ്കിൽ ഈ വാഹനം അമിത വേഗതയിലെത്തി. അമിത വേഗതയിൽ ഈ വാഹനം വരുന്നത് കൊണ്ട് തന്നെ KSRTC ബസ് വശത്തേക്ക് ഒതുക്കിയിട്ടിരുന്നു. ആ വാഹനത്തിലേക്ക് വന്നാണ് ഈ കാർ ഇടിച്ചു കയറിയത്. 11 യാത്രക്കാർ, 7 സീറ്റുള്ള വാഹനമാണ്. ഇന്നോവയൊക്കെ പോലെയുള്ള പഴയ പോളീസൊക്കെ പോലെ ഉള്ള വാഹനമാണ് ട്രവേര. അതിൽ 7 പേർക്കാണ് അല്ലെങ്കിൽ 8 പേർക്കാണ് കയറാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ 11-12 ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ ഡ്രൈവർ നൽകിയ മൊഴി. പക്ഷേ ആദ്യഘട്ടത്തിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തിയവരും സ്ഥലത്തുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞത് 7 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ്. ഒരു പക്ഷേ പരിക്കേറ്റവരുടെ എണ്ണമായിരിക്കാം പറഞ്ഞത്. 5 പേര് മരിച്ചു. 2 പേരുടെ നില ഗുരുതരമാണ്. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ 4 പേർക്കും ചെറിയ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ആലപ്പുഴയെ ഞെട്ടിച്ച ഒരു അപകടമാണ്. ഈ ഒരു അപകടത്തിൽ 5 പേർ മരിച്ചു എന്നുള്ളത്. ഇന്ന് രാവിലെയും ഒരു അപകടം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അത് ഉയരപാത നിർമ്മാണം നടക്കുന്ന ചേർത്തലയ്ക്ക് സമീപമാണ്. അവിടെ ബൈക്ക് യാത്രക്കാരിയായ യുവതിയുടെ ദേഹത്തേക്ക് ടോറസ് കയറുകയായിരുന്നു. ദേശീയപാത നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ടോറസാണ് അപകടമുണ്ടാക്കിയത്. ഇവിടെ KSRTC ബസ്സും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. രഘു, മെഡിക്കൽ കോളേജിന് മുന്നിലാണല്ലോ. ഈ പരിക്കേറ്റവരെല്ലാവരും മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിലാണോ അതോ മറ്റേതെങ്കിലും ആശുപത്രിയിലോ മറ്റോ ഉണ്ടോ? ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പരിക്കേറ്റ മറ്റാളെയും ഇവിടെ അല്പസമയത്തിനകം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. കാരണം ഈ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പഴയ മെഡിക്കൽ കോളേജാണ്. അവിടെ അത്യാവശ്യം ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കും മറ്റുമായി ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് SFIയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്. ആരൊക്കെയാണ് മരിച്ചതെന്ന് വല്ല വിവരവും കിട്ടിയിട്ടില്ല. കുട്ടികളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുള്ളവർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിൻ്റെ ബാക്കി വിവരങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ.
നമ്മുടെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അകത്തുണ്ട്. അപ്പോൾ അവർ ബാക്കി ഡീറ്റെയിൽസ് ശേഖരിക്കുന്നു പോകും. നമ്മുടെ ഇവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ ഈ കുട്ടികൾ എവിടെ പോയതാണ് എന്നുള്ള വിവരം വല്ലതും കിട്ടി? സിനിമയ്ക്ക് പോയതാണെന്നുള്ള വിവരമാണ് നമുക്ക് ആധികാരികമായി കിട്ടുന്ന വിവരം. ആ വിവരമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഒരു കുട്ടി ഇപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞ ഒരു കുട്ടിയുള്ളത് ജനറൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അവിടെയും നമ്മുടെ മെഡിക്കൽ കോളേജിലും നമ്മുടെ സഹകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കുട്ടി ആ ഷോക്കിലാണ്, ആക്സിഡൻറ്റ് നടന്നതിൻ്റെ ഷോക്കിലാണ്. ആ കുട്ടിക്ക് ഇങ്ങനെ ഇവിടെ ഉണ്ടായ മറ്റു രംഗങ്ങളൊന്നും ആ കുട്ടിക്ക് ഇതുവരെ അറിയത്തില്ല. എത്ര പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നു എന്ന് മറ്റോ വല്ല വിവരമുണ്ടോ? ആ കുട്ടി പറയുന്നതും എല്ലാം തമ്മിലൊരു ആശയം. ആദ്യമേ 7 പറയുന്നു, പിന്നെ 11 പറയുന്നുണ്ട്, 10 പറയുന്നുണ്ട്. ആശയ ഒരു വ്യക്തതക്കുറവുണ്ട്. കൃത്യ വിവരങ്ങൾ വരട്ടെ. ഇയാൾക്ക് ആ റോഡൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. അവിടെ അങ്ങനെ ഒരു വേഗതയിൽ എടുക്കാൻ പറ്റുന്ന ഇല്ല, വളരെ വീതി കുറഞ്ഞ സ്ഥലമല്ല. അവിടെ പണി നടക്കുകയും ഇപ്പോൾ ആ കലിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞുള്ള സ്പേസല്ലേ ഉള്ളൂ. ബൈപ്പാസ് തിരിഞ്ഞു വരുന്ന സ്ഥലം കൂടിയല്ല. SFIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് നമ്മളോട് സംസാരിച്ചത്.